യു.എയിൽ അസ്ഥിരമായിട്ടുള്ള ഒരു കാലാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല എമിറേറ്റുകളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെല്ലാം തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം പെയ്ത മഴയുടെ കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീസണിലെ ഏറ്റവും ശക്തിയേറിയ മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിൽ തന്നെ അജ്മാനിലെ അൽമനാമയിൽ 93.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ മാർച്ച് 27 വരെ ഈ അസ്ഥിരമായിട്ടുള്ള ഒരു കാലാവസ്ഥ തുടരും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അതിൽ നാളെ വ്യാഴാഴ്ച അടക്കം ശക്തമായിട്ടുള്ള ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം നേരിട്ടിട്ടുണ്ടെങ്കിൽ 800634 എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാൻ വേണ്ടി കൂടിയിട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങരുത്, നീന്തരുത്. അത് പകർച്ചവ്യാധികൾക്ക് കാരണമാകാം. കുട്ടികളെയൊക്കെ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് ഗതാഗതം മന്ദഗതിയിലാവുന്ന ഒരു സാഹചര്യം ഇന്നലെയും ഉണ്ടായി. അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരടക്കം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായിരിക്കണം. അതേസമയം തന്നെ ജബൽ ജെയ്സിലേക്കുള്ള റോഡ് താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. മഴ മാറി സാഹചര്യമൊക്കെ സുരക്ഷിതമായ ശേഷം മാത്രമാണ് അത് തുറക്കുക എന്നാണ് അതോറിറ്റി വ്യക്തമാക്കുന്നത്. ഈ അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം കുറച്ച് നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാറ്റ് വീശുന്ന സമയത്ത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളൊന്നും തന്നെ പുറത്തിറങ്ങരുത്. പനി, ചുമ, അലർജി, അതുപോലെ തന്നെ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്കൊക്കെ ഈ അസ്ഥിര കാലാവസ്ഥയിൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മഴ നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ശരീരം ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. അധികം മഴ നനഞ്ഞ് നിൽക്കരുത് എന്ന് കൂടി പറയുന്നുണ്ട്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പലരും വെള്ളം കുടിക്കുന്നത് കുറയും. അതൊരിക്കലും ചെയ്യരുത്. ജലാംശം ശരീരത്തിൽ നിലനിർത്താൻ ആവശ്യമായിട്ട് ധാരാളം വെള്ളം കുടിക്കണം. അതോടൊപ്പം തന്നെ പോഷകാഹാരവും കഴിച്ചിരിക്കണം. ഏതായാലും അതോറിറ്റിയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഈ അസ്ഥിര കാലാവസ്ഥയിൽ നമുക്ക് സുരക്ഷിതമായി തന്നെ ഇരിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പൊ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം നിർത്തിയോ കുറഞ്ഞോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് മാർച്ച് 25 ബുധനാഴ്ച കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായിട്ട് കുവൈത്ത് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥിരീകരിക്കുന്നുണ്ട്. ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എയർപോർട്ടിലെ ഇന്ധന ടാങ്കറിന് നേരെയാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതേസമയം യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ പ്രസ്താവന വീണ്ടും ആവർത്തിക്കുകയാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, വിദേശകാര്യ സെക്രട്ടറി എന്നിവർ ഇറാന്റെ ഏറ്റവും ബഹുമാന്യരായ ചില പ്രമുഖ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. ഇറാൻ അമേരിക്കയ്ക്ക് ഒരു വിലയേറിയ സമ്മാനം തന്നുവെന്നും അത് ഹോർമൂസുമായി ബന്ധപ്പെട്ടതാണെന്നും ഇപ്പോൾ അതെന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല എന്ന രീതിയിൽ കൗതുകകരമായ ഒരു പ്രസ്താവനയൊക്കെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതേസമയം തന്നെ ഇറാന്റെ ഏത് നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തി എന്ന തരത്തിലൊന്നും തന്നെ അദ്ദേഹം ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ വന്നിട്ടില്ല. ലോകം ഈ ഒരു യുദ്ധം അവസാനിക്കുമോ, എന്തായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്.